രാഹുൽ രവിക്ക് നമ്മുടെ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആരാ? അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ബട്ട് എനിക്ക് എന്നാലും പെയർ ഇഷ്ടപ്പെട്ട ചെയ്യണമെന്നൊക്കെ. ഇഷ്ടപ്പെട്ടൊരു ആക്ട്രസ് എന്ന് പറയാൻ എനിക്ക് ആലിയ ഭട്ടിനെ ഇഷ്ടമാണ്. ഓക്കെ. ആ, ഒരു ആരുടെ കൂടെ മൂവി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ആലിയ ഭട്ട്. അപ്പം ക്രഷ് തോന്നിയ ആക്ട്രസ് ആലിയ ഭട്ടാണ്. ആലിയ ഭട്ട് സ്റ്റിൽ ആ ഇപ്പോഴും ആലിയ ഭട്ടാണ്. അപ്പോൾ സങ്കല്പം ആലിയ ഭട്ടൊക്കെയാണല്ലേ? അല്ല, എനിക്ക് അവരുടെ ഒരു ഓറ ഭയങ്കര ഇഷ്ടമാണ്. സ്ക്രീനിൽ അവർ പ്രസന്റ് ചെയ്യുന്ന രീതിയെല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഷീ സോ ഇന്നസെന്റ് അല്ലേ? വളരെ ഇപ്പോഴും ഒരു കുട്ടിത്തൊക്കെയുണ്ട്. ഐ മീൻ പുറമേ നമ്മൾ കാണുന്നു. അത് അവരുടെ ഒരു ഓറ ഭയങ്കര നല്ലതാണ്. അവർ ചെയ്യുന്ന വർക്ക് നല്ലതാണ്. ആക്ടിങ് അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടർ ഫഹദ് ഫാസിലാണ്. ഞാൻ പുള്ളിയോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ആക്ടിങ് ഒന്നും പറയാനില്ല. അതിലാണ് ഞാൻ ഫാനായത്. കണ്ണുകൊണ്ട് എക്സാക്ട്ലി. പുള്ളിയുടെയും ഒരു ഓറ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന രീതി അടിപൊളിയാണ്. അപ്പോൾ ഈ രണ്ട് പേരെയാണ് ഫാൻസ് ആയിട്ടിരിക്കുന്നത് ഞാൻ. സോ ഏത് മൂവിയിലായിരുന്നു ഫാദറിന്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? സത്യൻ സാറിൻ്റെ മൂവി ആയിരുന്നത്. എന്താ ഒരു ഇന്ത്യൻ പ്രണയകഥ. ഓക്കെ. അമലാപ്പോൾ. അമലപ്പോൾ ചെറിയൊരു റോളും ചെയ്തേക്കുന്നത് ഒരുപാട് വർഷം മുമ്പാണ്. ഓക്കെ. ബട്ട് സ്റ്റിൽ എനിക്ക് എസ്പെഷ്യലി സത്യൻ സാറാണ് ചാൻസ് തന്നത്. പിന്നെ അതിൻ്റെ അടുത്തൊരു പടവും ചെയ്തിരുന്നു. ജോമോൻ്റെ സുശീലൻ ദുൽഖറിൻ്റെ കൂടെയും ചെയ്തിരുന്നു. ഓക്കെ. ഈ രണ്ട് പടമാണ് ഞാൻ മലയാളം ചെയ്തത്. അപ്പോൾ ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസിൽ എനിക്കതൊരു നല്ലൊരു മനുഷ്യനായിട്ട് തോന്നി. ഓക്കെ. ഒരുപാട് ഐ മീൻ നിങ്ങളുടെ ഒരു ഒരുമിച്ചുള്ള സീക്വൻസ് ഉണ്ടായിരുന്നില്ല, റൈറ്റ്? ഉണ്ടായിരുന്നു. ഒരു സീനിൽ മാത്രം ഉണ്ടായിരുന്നു, ഒരു കോമ്പിനേഷൻ സീൻ മാത്രം ഉണ്ടായിരുന്നു. സോ ഇനി ഏത് ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നാണ്? വീണ്ടും ഫഹദിൻ്റെ കൂടെ വീണ്ടും ഒരു മൂവിയിൽ ഉടനീളം? ഫഹദ് ഓഫ് കോഴ്സ് നല്ലൊരു ആക്ടറിനോട് നമുക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫഹദ് ഫാസിലിനോട് വർക്ക് ചെയ്യുന്ന ഓഫ് കോഴ്സ് ഒരു എപ്പോഴും ഒരു നല്ല, ബിക്കോസ് നമ്മളും നന്നായിട്ട് ചെയ്യുന്ന ഒരാൾക്കാരുടെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ അവരുടെ വൈബ്രേഷൻ നമ്മൾ കിട്ടുകയാണ്. നമ്മൾ പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ അതൊരു എപ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ലാലേട്ടൻ ഓർ മമ്മൂക്ക ആരുടെ കൂടെ ആക്ടിങ്? രണ്ടുപേരും ഒക്കെ രണ്ട് ലെജൻസ്. നമുക്ക് അതിന് ഒരു ആൻസർ ഇല്ല. ഞാൻ പോകാൻ തയ്യാറാണ്. എന്നാലും കൂടുതൽ ഫാൻ ആരുടെയാണ് എന്ന് ചോദിക്കില്ല. രണ്ടാളും എല്ലാവർക്കും ഒബ്വിയസ്ലി ഇഷ്ടപ്പെട്ട. ഇത് രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് ആക്ടേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ മമ്മൂക്ക ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ ലാലേട്ടൻ്റെ ജോണർ വരെ മമ്മൂക്കയുടെ ജോണർ വരെയാണ്. അപ്പോൾ അത് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം മോഹൻലാലിൻ്റെ ഒരു ജോണർ, ലാലേട്ടൻ്റെ ഒരു ജോണറാണ്. ബിക്കോസ് അതിൽ കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി ഫണ്ണോ എന്തൊക്കെയോ പുള്ളി കാണിക്കും സ്ക്രീനിൽ. പുള്ളി വെറുതെ നിൽക്കില്ല, പുള്ളിയുടെ കയ്യോ കാലം എന്തൊക്കെയോ കാണിക്കും. ലാലേട്ടൻ ഒരു വിരല് അതിൽ അതുപോലെ പടം ഉണ്ടല്ലോ, ഏതാണ്? തുടരും. അതിൽ ഞാനാണെങ്കിൽ ഇത്രയും സീനിയർ ആയിട്ട് കൂടെ പുള്ളിയുടെ ആ ഒരു ചാം, പുള്ളിയുടെ ഒരു റിയാക്ഷൻ ഒക്കെ ഉണ്ട്. വൈൻ അല്ലേ, പ്രായം കൂടുന്തോറും അല്ല ആ ഒരു ചാം സ്ക്രീനിലുള്ളത് ഇനിയും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് അമേസിങ്. തമിഴിൽ ഏതെങ്കിലും മൂവീസ് ഒക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? തമിഴിൽ കോൾസ് വരുന്നുണ്ട് എനിക്ക്. ഞാൻ മൂവീസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല, ബിക്കോസ് സീരിയലിൻ്റെ ഡേറ്റ്സും ഒക്കെ ക്ലാഷ് ആവും. അതുകൊണ്ടാണ് ഞാൻ തെലുങ്കിൽ ചെയ്യുന്നത്. തെലുങ്കിൽ 2 റിലീസ് വരുന്നുണ്ട്. അപ്പോൾ തമിഴിൽ ചെയ്തിട്ടില്ല. ഒരു മൂവിന്ന് ഒരു ചാൻസ് വരെയാണ് വെൻ യു ആർ ഡൂയിങ് ദ സീരിയൽ. ഇപ്പം മരുമകൻ അല്ലേ ആ സീരിയൽ? മരുമകളാണോ? അപ്പോൾ മരുമകൻ ആ സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ യു ആർ ഗെറ്റിംഗ് എ നല്ലൊരു ചാൻസ് കിട്ടുകയാണ് മൂവിയിൽ. സോ വിൽ ഡ്രോപ്പ് ദിസ് ആൻഡ് ഗോ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്ന വർക്കിനോട് എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പം ഞാൻ ഇതെന്തിട്ടാണ് അതാണ് നല്ലതെന്നിട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ പിന്നെ അവരോട് സംസാരിച്ച് ഇവർക്കൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യുള്ളൂ. സീരിയലൊക്കെ ഒരുപാട് ആക്ച്വലി ഇഫ് ഓപ്പർച്യൂണിറ്റി അത്ര വലുതാണെങ്കിൽ അല്ലേ തൽക്കാലം അതാണ് ഞാൻ അവരോട് സംസാരിക്കും. ഓഫ് കോഴ്സ് ഇതാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ. എനിക്ക് സീരിയൽ എന്ത് സംഭവിക്കുന്ന അറിയോ? യു ആർ ഗെറ്റിംഗ് എ ചാൻസ്, ഓക്കെ, യു ആർ ആക്ടിങ് ഇൻ എ മൂവി. മിക്കവാറും ഒന്നിക്കൽ ഹോസ്പിറ്റലിൽ ICUലായിരിക്കും, അല്ലെങ്കിൽ നാട് അല്ലേ? അങ്ങനെയല്ലേ ആ ബ്രേക്കിനെ നമ്മൾ അത് അവർ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച്. ആൻഡ് യുവർ ഫേവറേറ്റ് സീരിയൽ സോ ഫാർ? ഫേവറേറ്റ് സീരിയൽ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഏതാ? എനിക്കിഷ്ടം ചോക്ലേറ്റ് എന്നുള്ള സീരിയലായിരുന്നു. അത് കംപ്ലീറ്റ് ആയില്ല, ബട്ട് അതൊരു നല്ലൊരു ഇടയിൽ വെച്ചിട്ട് കോവിഡ് ഒക്കെ വന്നു. അല്ല, സീരിയൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഡ്രോപ്പ് ചെയ്ത സീരിയലാണ്. കോവിഡ് വന്നുകൊണ്ട് ഒരുപാട് പ്രോജക്റ്റുകൾ നിന്നല്ലോ, അങ്ങനെ അതിൻ്റെ നിന്ന് പോയ പ്രോജക്റ്റാണത്. അതിലെന്താ ഒരു പർട്ടിക്കുലർലി എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം? ഇല്ല, ആ കഥാപാത്രം നല്ലായിരുന്നു. പിന്നെ അതൊരു വളരെ ഒരു നോർത്ത് ഇന്ത്യൻ ടീമാണ് ചെയ്തിരുന്നത്. സോ അവരുടെ ഒരു സ്റ്റൈലിലാണ്, അതൊരു വലിയ സെറ്റൊക്കെ ഇട്ട് സീരിയൽ കണ്ടറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ത്രൂ ഔട്ട് സ്ക്രിപ്റ്റും ക്യാരക്ടറൈസേഷനും നല്ലായിരുന്നു. അതാണ് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഓക്കെ, ചോക്ലേറ്റ് ആണ് ഇഷ്ടപ്പെട്ട സീരിയൽ. ദെൻ വൈ യുവ? ഇൻസ്റ്റാ നെയിമൊക്കെ യുവ എന്നാണ് അറിയപ്പെടുന്നത് പോലും അല്ലേ? എല്ലാവരും ഇപ്പോൾ കാണുമ്പോൾ യുവ എന്നൊക്കെ വിളിക്കാറുണ്ടോ?
ഐ ഗസ് യുവർ ഇൻസ്റ്റാ നെയിം ഈസ് യുവാസ്റ്റു. ഞാൻ വെറുതെ അത് ചേഞ്ച് ചെയ്ത് നോക്കിയാണ്, പിന്നെ ഇത് മാറ്റാൻ പറ്റണില്ല ഇപ്പോൾ. മാറ്റാൻ അപ്പോൾ അങ്ങനെ ആയിപ്പോയതാണിത്. പണ്ട് ഇട്ട് പിന്നെ മാറ്റിയിട്ടേ ഇല്ല. ഇല്ല. കണ്ണാന കണ്ണേ അതെ സീരിയലിൽ ഇപ്പൊ കറന്റ് ചെയ്യുന്ന സീരിയലിലെ ക്യാരക്ടറിനെ ഇപ്പോൾ ചെയ്യുന്നത് പ്രഭു എന്നുള്ളൊരു ക്യാരക്ടർ. പ്രഭു. അതിൽ എന്താ ഒരുപാട് ലൈക്ക് നമ്മളൊരു ആക്ടർ വില്ലൻ ആയിരിക്കുമ്പോഴാണോ ഓർ ലൈക്ക് ഹീറോ ആയിരിക്കുമ്പോഴാണോ കൂടുതൽ നമുക്ക് ടാലൻറ്റ് കാണിക്കാൻ പറ്റുക? വില്ലൻ ചെയ്യും. ഞാനിപ്പോൾ ഒരു പടത്തിൽ വില്ലനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വില്ലൻ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ്സ് ഇല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വില്ലനിസം കാണിക്കാമല്ലോ. ഹീറോ എന്ന് പറഞ്ഞാൽ ഹീറോ ഒരു ഇതിൽ നിൽക്കണം, ഹീറോയിസം വിടാൻ പാടില്ല. വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലനിസത്തിന് ഒരു ഇത് ലിമിറ്റില്ല, എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് കാണിക്കാം എന്നുള്ളൊരിതാണ്. ഏതാണ് ഈസി? എനിക്ക് രണ്ടും അത് ചെയ്യുന്ന രീതിയിലനുസരിക്കും. ഇപ്പം ഞാനിപ്പോൾ വില്ലൻ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് മലയാളത്തിൽ വന്നത് തന്നെ ഞാൻ ഡോൾസ് എന്നൊരു സിനിമയിലാണ് വന്നത്. അതിൽ ഞാൻ ത്രൂ ഔട്ട് വില്ലൻ, അത് ഷെല്ലിൽ കല്ലൂർ എന്നുണ്ട്, പുള്ളിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഞാൻ ത്രൂ ഔട്ട് വില്ലനായിരുന്നു. എത്ര വയസ്സായിരുന്നു അത് ചെയ്യുന്ന ടൈമിൽ? അതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ല. ഒരു വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിലല്ലേ? ആ, പഠിച്ചു കഴിഞ്ഞിട്ട് ശേഷം. ഇനി ഒരു ഫിലിമിലാണെങ്കിലും സീരിയലാണെങ്കിലും ഒരു ക്യാരക്ടർ എന്ത് ടൈപ്പ് ക്യാരക്ടർ ചെയ്യണമെന്നാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ചെയ്യുന്ന സീരിയലിൽ ഞാനൊരു വളരെ സ്റ്റിങ്കി ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്യാരക്ടറൈസേഷൻ വന്നാൽ ഇപ്പം ഞാൻ തെലുഗുവിൽ ഇപ്പോൾ ബാലയ്യ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു, ചെറിയൊരു ക്യാരക്ടറൈസേഷൻ ശ്രീലീലയുടെ കൂടെ. അപ്പോൾ നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് നമ്മൾ ആ ഒരു സ്പേസിൽ എന്ത് മാജിക് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓഡിയൻസ് ഒബ്വിയസ്ലി ഡയറക്ടറാണല്ലോ, ഫസ്റ്റ് ഓഡിയൻസിനെ നമ്മളെങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റും എന്നുള്ളത് ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. സോ വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ ബ്യൂട്ടി? ഇല്ല, ഞാനങ്ങനെ ഒന്നും ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഞാൻ മാക്സിമം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, ചിലപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ, ചിലപ്പോൾ അതും മറന്നു. ഞാൻ മേക്കപ്പ് ഇടാറില്ല. ഇതിലും ഇല്ല, ഇടേണ്ട ആവശ്യമില്ല. ഇടേണ്ട ആവശ്യം ഞാൻ ഇട്ടിട്ട് എനിക്ക് അതിനേക്കാൾ നല്ല ഇടാത്താണെന്ന് അല്ലെങ്കിൽ തോന്നി. ഇട്ടിട്ടുണ്ടായിരുന്നു, ഇട്ട് ശ്രമിച്ചു ഞാൻ. അതിനേക്കാൾ നല്ലത് ഇടാല്ലേ, ഒന്നും ഇടണ്ടല്ലോ മനുഷ്യൻ ഇതപ്പൊടി തൊട്ട്. അല്ല, അങ്ങനെയല്ല, ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അനുസരിക്കും. ചിലപ്പോൾ ഞാൻ വളരെ റിച്ച് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ മേ ബി ഐ പ്രിഫർ കുറച്ച് മേക്കപ്പ് ഇടാം. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നൊരു നോർമലി ജനങ്ങൾക്ക് ഇടയിലുള്ള ഒരു പയ്യനാണ്. അപ്പോൾ അവൻ മേക്കപ്പ് ഇട്ട് വയ്ക്കുമ്പോൾ ജനങ്ങളായിട്ട് കണക്ട് ആവില്ല. മേക്കപ്പ് ഇല്ലാതാകുമ്പോൾ ആ ഒരു സ്റ്റോറിക്ക് അത് കറക്റ്റ് ആയിരിക്കും. മലയാളം ഇൻഡസ്ട്രിയിലോട്ട് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? കംബാക്ക്, ഇത് കംബാക്ക് എന്ന് പറയുന്നത് ഒരുപാട് നാളായില്ലേ ഗ്യാപ്പ് അല്ലേ? ഞാനങ്ങനെ എനിക്കറിയില്ല, പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് കുറച്ച് ഓഫേഴ്സ് വരാറുണ്ട്, പക്ഷേ ഡേറ്റ് ക്ലാഷ് കാരണം. രാഹുലിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യുവർ സ്ട്രോങ് കംബാക്ക്.